മുൻകാലങ്ങളൊക്കെ നോക്കിയാലും ഇപ്പോഴും ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിൽ, ഒരു പരാതിയും പരിഭവം പറയാനില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ദാ ഇപ്പോഴും ഈ പാരീസ് ഒളിമ്പിക്സിൽ പോലും നീരജ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കരിയർ ബെസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നീരജിന്റെ ഇന്നത്തെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഈ സീസണിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. മാത്രമല്ല ഇന്ന് കുറച്ച് ഫൗളുകൾ വന്നു, ഒരുപക്ഷെ തുടർച്ചയായി 3 ഫൗളുകൾ, അപ്പം മൊത്തം 4 ഫൗളുകൾ. ഈ ഒരു പോരായ്മ ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ 89.45 എന്ന ആ മാർക്ക് ഈ പെർഫോമൻസിൽ ഈ ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ പെർഫോമൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒട്ടും മോശമാക്കിയില്ല നമ്മുടെ നീരജ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് അദ്ദേഹം ഇന്ന് കാഴ്ചവെച്ചത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാക് താരത്തിന്റെ പെർഫോമൻസ് ഒരു എന്താ പറയാ അസാധ്യ പെർഫോമൻസ് എന്നൊക്കെ പറയാം, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്നൊക്കെ പറയാം. പക്ഷേ എങ്കിലും ഇന്നത്തെ ആ വെള്ളി മെഡലിന് അർജുൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരട്ടി തിളക്കം തന്നെയുണ്ട്. തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലാണ് നീരജ് തുടർച്ചയായി വീണ്ടും മെഡൽ നേടുകയാണ്. അപ്പോൾ മെഡൽ നിലനിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം നീരജിന് ഇനി ആ കരിയറിലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളി മെഡൽ ഈ പെർഫോമൻസിന് ഒന്നുകൂടെ, അല്ലെങ്കിൽ ഈ തുടർന്നുള്ള ഈ ഒളിമ്പിക്സിലെ ഒരു മെഡൽ പട്ടികയിലേക്ക് ഒന്നുകൂടെ 5ാമത്തെ മെഡലായി കൂടെ വരുമ്പോൾ അതിനൊരു ഇരട്ട തിളക്കം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഹോക്കി വെച്ച് പറഞ്ഞാൽ പോലും അടുപ്പിച്ചുള്ള ടോക്കിയോയിലും പാരീസിലും അതേപോലെ തന്നെ നമ്മൾ അഭിമാനിക്കാവുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം തന്നെ കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷത്തിന്റെ ദിനമാണ്. ഇരട്ടി മെഡൽ, ഒരുപക്ഷെ ഇരട്ടി സന്തോഷത്തിന്റെ ദിനം എന്ന് പറയാം. ഹോക്കിയിലെ നേട്ടം, നീരജിന്റെ നേട്ടം ഇന്ന് രാത്രി ഇന്ത്യക്കാർക്ക് ആഘോഷത്തിന്റേതാണ്. ഇന്ന് രാത്രി ആഘോഷം അവിടെ നിന്ന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അർജുൻ കേൾക്കാമോ? അല്പസമയം മുമ്പ് അച്ഛൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആഘോഷത്തിന് യാതൊരു കുറവുമില്ല അവിടെ. അത്